മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാവിലെ ആശംസിക്കുന്നു. ഏപ്രിൽ 2 തീയതി വ്യാഴാഴ്ച ദിവസമുള്ള ക്രൈസ്തവർ ആചരിക്കുന്ന ദിവസം. അപ്പോൾ ഈ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നു. തെരഞ്ഞെടുപ്പ് രംഗം, ലോക സമാധാനം എല്ലാം ചർച്ചയാണ്. തൊട്ടു മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നു. ഇത് ഉടൻ നിർത്താനല്ല, 2 ദിവസത്തിനുള്ളിൽ സമ്പൂർണ്ണമായും ഇല്ലാതാക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഏതാണ്ട് ശിലായുഗത്തോടൊപ്പം ഇറാനെ മാറ്റി മറയ്ക്കും എന്നാണ് ട്രംപ് ഇന്ന് തൊട്ടു മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ LDFന്റെയും UDFന്റെയും പ്രചാരണ പത്രികകൾ ഇന്ന് പുറത്തിറങ്ങിയാണ്. ഒരുപാട് വാർത്തകളുണ്ട്. ഈ വാർത്തകളിലേക്ക് വിശദമായി കടക്കാൻ ആദ്യം നോക്കാം പ്രധാന വാർത്ത. ഇറാനെതിരായ യുദ്ധം നിർത്തില്ലെന്ന് ട്രംപ്. ഇറാനെ എല്ലാ മേഖലയിലും തകർത്തില്ലാതാക്കും. ലക്ഷ്യം ഇറാനിലെ എണ്ണയല്ല എന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കലാണെന്നും US പ്രസിഡന്റ്. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടെന്നും അവകാശവാദം. അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് ആർട്ടമിസ് 2 വിക്ഷേപിച്ചു. മനുഷ്യരുമായി ഓറിയോൺ പേടകത്തിന്റെ ആദ്യ യാത്ര, ആദ്യ ഭ്രമണ പദമുയർത്തൽ വിജയകരമെന്ന് നാസ. കേരളം വിധി എഴുതാൻ ഇനി 7 നാൾ. പ്രചാരണം പാരമ്യത്തിലേക്ക്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി. മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ. LDF UDF മുന്നണികളുടെ പ്രകടന പത്രികകൾ ഇന്ന്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ്. സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുക്കും. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ഇന്ന് പെസഹ. ദേവാലയങ്ങളിൽ ദിവ്യബലിയും കാൽ കഴുകൽ ശുശ്രൂഷകളും. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ഇറാനെതിരായിട്ടുള്ള യുദ്ധം അത് നിർത്തില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനെ എല്ലാ മേഖലയിലും തകർത്തില്ലാതാക്കും. അടുത്ത 3 ആഴ്ച കൂടി ഈ യുദ്ധം തുടരും. ലക്ഷ്യം ഇറാനിലെ എണ്ണ അല്ല എന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കലാണെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ മിസൈൽ സംവിധാനവും സൈനിക സംവിധാനവും തകർത്തുവെന്നും നേതൃനിരയെ ഒന്നടങ്കം ഇല്ലാതാക്കിയെന്നും ട്രംപ് പറയും. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ഇന്നലെ ലഭിച്ച സൂചനകൾ അത് ഒരുപക്ഷെ ട്രംപ് അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരെ തിരിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. ഇത് അവസാനിപ്പിക്കുന്നില്ല, പൂർണ്ണമായിട്ടും തകർത്തില്ലാതാക്കും വരെ ഇത് തുടരുമെന്നാണല്ലോ പ്രഖ്യാപനം. എന്താണ് അദ്ദേഹം പറഞ്ഞതിലെ പ്രധാന കാര്യങ്ങൾ? എഴുതോ ആശങ്കകൾക്ക് പരിഹാരമില്ല, ഈ യുദ്ധം തുടരും എന്ന് തന്നെ ട്രംപ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത 2-3 ആഴ്ചത്തേക്ക് ഇറാനെ നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തമായിട്ട് ഹിറ്റ് ചെയ്യും, അവരെ ഏതാണ്ട് ശിലായുഗത്തിലേക്ക് തങ്ങൾ കൊണ്ടുപോകും എന്നെല്ലാമാണ് ട്രംപ് ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് ട്രംപ് യുദ്ധത്തെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന നൽകും, യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും അദ്ദേഹം പറയും എന്നെല്ലാമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ഈ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ എല്ലാവരും വലിയ ആകാംക്ഷയോടെയായിരുന്നു കാത്തിരുന്നത്. എന്നാൽ നമുക്ക് ആശ്വസിക്കാവുന്ന ഒന്നും തന്നെ ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നില്ല. അദ്ദേഹം ഇറാനെ പൂർണ്ണമായിട്ടും തകർത്തു, ഇറാന്റെ നേതൃനിരയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അവിടെയുള്ള നിലവിലുള്ള ഭരണകർത്താക്കളെ എല്ലാവരെയും കൊന്നത് കാരണം തന്നെ അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിച്ചു. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി ഇല്ലാതാക്കി, ഇറാൻ ആർമിയെ തകർത്തു, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം ഇല്ലാതാക്കി. ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ തങ്ങൾ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു. ഇറാൻ ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അമേരിക്ക വരെ ചെന്നെത്തി. US-ന് വലിയ ഭീഷണി ഉയർത്താൻ സാധിക്കുന്ന വെപ്പണറീസ് ആണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. ഇത്തരം കാര്യങ്ങളാണ് ട്രംപ് എടുത്തു പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, നിരവധി US സൈനികർക്ക് ഈ യുദ്ധം കാരണം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൈനികരുടെ കുടുംബങ്ങൾ തന്നോട് കണ്ണീരണിഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഈ യുദ്ധം അമേരിക്ക ജയിക്കണം, അമേരിക്ക എന്താണോ ലക്ഷ്യം വെച്ചത് അത് ഫലം കാണണം എന്നാണ് ആ സൈനികരുടെ കുടുംബങ്ങൾ തന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റണം. തങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും
പശ്ചിമേഷ്യയിലുള്ള ക്രൂഡ് ഓയിൽ അല്ല എന്നും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ട്രംപ് പറയുന്നത് സൗദി അറേബ്യ, റഷ്യ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ US പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതായത് ലോകത്തെ ഒരു എണ്ണ ഭീമന്മാരായിട്ടുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യ, റഷ്യ എന്ന്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, ലോകത്തെ എണ്ണവില അടക്കം നിയന്ത്രിക്കാൻ സൗദി അറേബ്യയ്ക്ക് സാധിക്കും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ അമേരിക്ക, അതുപോലെ തന്നെ വെനസ്വേല തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ വഴി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു എണ്ണക്ഷാമവും നേരിടുന്നില്ല എന്ന് ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് അത് അമേരിക്കയുടെ ഉത്തരവാദിത്തമല്ല. ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ അത് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ നിന്നും ട്രംപ് കൈകഴുകി ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും. മറ്റ് രാജ്യങ്ങൾ, മറ്റ് ഹോർമുസ് കടലിടുക്ക് വഴി വ്യാപാരം, ഗൾഫ് മേഖലയിൽ നിന്ന് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിനെ സംരക്ഷിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ US-ൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ക്രൂഡ് ഓയിൽ വാങ്ങണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയത്തിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യയിലുള്ള ക്രൂഡ് ഓയിൽ തങ്ങളുടെ ലക്ഷ്യമല്ല, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. അതുപോലെ ഇറാൻ സർക്കാരിൻ്റെ ചില ക്രൂരതകൾ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏതാണ്ട് 45,000-ഓളം ആളുകളെ, അവരുടെ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളെയാണ് ഇറാൻ ഭരണകൂടം കൊന്നൊടുക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെ മേഖലയിലൊരു സുരക്ഷിതത്വമില്ലായിരുന്നു. അവർ വലിയ രീതിയിലുള്ള ഒരു ടെററിസമാണ്, സ്റ്റേറ്റ് ഫണ്ട് ടെററിസമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. മുൻപ് അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസിഡന്റുമാർക്കും ഇറാനോട് ഒരു നേരിട്ട് ഏറ്റുമുട്ടലിന് ധൈര്യമില്ലായിരുന്നു. താൻ ആദ്യം അധികാരത്തിൽ കയറിയത് മുതൽ തന്നെ ഇറാന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇറാന്റെ ഒരു മുൻ സൈനിക മേധാവിയായിട്ടുള്ള ഖ്വാസിം സുലൈമാനിയെ തൻ്റെ ആദ്യത്തെ ഭരണകാലയളവിൽ കൊല്ലാൻ സാധിച്ചതെന്നും ട്രംപ് ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഈ ഒരു യുദ്ധത്തെ ന്യായീകരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇറാഖുമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധം ഏതാണ്ട് 8 വർഷത്തോളം നീണ്ടുനിന്നു. വിയറ്റ്നാമുമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധം 19 വർഷം നീണ്ടുനിന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നിരവധി വർഷങ്ങൾ, ഏതാണ്ട് 5-6 വർഷങ്ങളോളം നീണ്ടുനിന്നു. പക്ഷേ ഈ ഇറാൻ യുദ്ധം ഇപ്പോൾ കേവലം എത്തി നിൽക്കുന്നത് 31 ദിവസങ്ങൾ മാത്രമാണ്. ഈ 31 ദിവസങ്ങൾ കൊണ്ട് തന്നെ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഭൂരിഭാഗവും ഫലം കണ്ടു കഴിഞ്ഞു. അവിടെയുള്ള നേതൃനിരയിലുള്ള എല്ലാ പ്രമുഖരെയും കൊലപ്പെടുത്താൻ സാധിച്ചു. അവിടെ ഒരു ഭരണമാറ്റം അമേരിക്കയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസ് എല്ലാം തകർത്തു, നാവിക സംവിധാനങ്ങൾ തകർത്തു. അവർക്ക് യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളും നിലവിലില്ല. B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർത്തു. ദീർഘദൂര മിസൈലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സെന്ററുകൾ തകർത്തു. അപ്പോൾ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇറാനുമായി ഒരു ഡിപ്ലോമസിയിലൂടെ ഒരു ഡീലിനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഈ ഡീൽ ഉടൻ തന്നെ ലക്ഷ്യം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഡീൽ അഥവാ ഇത്തരമൊരു ഡീലിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ആക്രമിക്കുന്നതിനേക്കാൾ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയിൽ അടുത്ത 2-3 ആഴ്ചത്തേക്ക് ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപ് എടുത്തു പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തങ്ങൾ ആക്രമിക്കുന്നില്ല. എന്നാൽ ഇറാനുമായി ഒരു ഡീൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ അവരുടെ പവർ പ്ലാന്റുകളും ഞങ്ങൾ ഹിറ്റ് ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും നിലവിൽ യുദ്ധത്തിൽ യാതൊരുവിധ സമാധാനവുമില്ല. ഒരു 2-3 ആഴ്ച കൂടി അത് തുടരും എന്ന് തന്നെയാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. റൈറ്റ്. എന്തായാലും അജയ് സുധാവിജു തുടരുക. നമുക്ക് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോയി വരാം. Military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military.
Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless. അജയ്, ഈ ഞങ്ങൾ വിജയിച്ചു എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വിജയിച്ച ആളുകൾ വീണ്ടും യുദ്ധം തുടരുന്നു എന്നും ട്രംപ് തന്നെ പറയുന്നുമുണ്ട്. ഇനി എന്താണ് ട്രംപ് ലക്ഷ്യമിടുന്നത്? എണ്ണയല്ല എന്നൊക്കെ പറയുന്നുവെങ്കിൽ പോലും ഒബാമയുമായിട്ടുള്ള വ്യവസ്ഥകൾ അത് നിലനിന്നിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇല്ലാതായതിനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രംപ് പറഞ്ഞു വെക്കുന്നു. ട്രംപിൻ്റെ മാർഗമെല്ലാം ശരിയാണ്, ഞാൻ ചെയ്തതെല്ലാം നല്ല കാര്യങ്ങൾ, നല്ലത് മാത്രമെന്ന് ഒരു വൈറ്റ് വാഷിങ്ങിനുള്ള ശ്രമമല്ലേ ഇന്ന് നടത്തിയത്? തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ ഭരണകാലയളവിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മുൻ പ്രസിഡന്റാണ് ഒബാമ എന്ന് പറയുന്നത്. ഒബാമയെ ഇന്നത്തെ പ്രസംഗത്തിലും അദ്ദേഹം വീണ്ടും എടുത്ത് വിമർശിച്ചിട്ടുണ്ട്. ഒബാമയുടെ കാലയളവിൽ ഇറാനുമായിട്ട് ശരിക്കൊരു ഡീലുണ്ടായില്ല. ഈ ഡീല് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഉൾപ്പെടെ മേഖലയെ കൂടുതൽ ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടിടുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് മുൻ പ്രസിഡന്റുമാരുടെ കാലയളവിൽ തുടങ്ങിയിട്ടുള്ള പല യുദ്ധങ്ങളും അത് വർഷങ്ങളോളം നീണ്ടുനിന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ അമേരിക്ക 32 ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷ്യത്തിലെത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നെല്ലാമാണ് ട്രംപ് നിലവിൽ എടുത്തു പറയുന്നത്. അതിൽ അദ്ദേഹം നിരവധി പോയിന്റ്സ് എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്ന് തന്നെ ട്രംപ് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇറാനുള്ളിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നത് കേവലം നേതൃനിരയുടെ ഒരു മാറ്റമാണ്. അല്ലാതെ അവിടുത്തെ ഒരു സിസ്റ്റം അത് മാറ്റാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കൾ മാറി മറ്റ് ചില നേതാക്കൾ അവിടെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അതും ആയത്തുള്ള അലി ഖമനയേക്കാൾ കുറച്ചുകൂടി ഒരു ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന, കുറച്ചുകൂടി യാഥാസ്ഥിതികമായി ചിന്തിക്കുന്ന മുജിതബ ഖമനേയി അധികാരത്തിലേറി. അതുപോലെ തന്നെ മറ്റ് പല നേതാക്കൾ, അലി ലാരിജാനിയെ കൊല്ലപ്പെട്ടെങ്കിൽ മറ്റ് നേതാക്കൾ അദ്ദേഹത്തിന് പകരമായി എത്തി. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഒരു ഭരണത്തെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ഒരു ഇറാൻ പാർലമെന്റ് കമ്മിറ്റി, ഏതാണ്ട് 88ഓളം അംഗങ്ങളുള്ള ആ പാർലമെന്റ് കമ്മിറ്റി, അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു നേതൃനിരയെ ഒന്നും മാറ്റാൻ ട്രംപിന് സാധിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഇപ്പോഴും IRGC തന്നെയാണ് ഇറാന്റെ ഒരു മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ അത് പുറത്തിറക്കുന്നത്. അപ്പോൾ അത്തരത്തിലെല്ലാം നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണോ 1979 ശേഷം എങ്ങനെയാണോ ഇസ്ലാമിക് റവല്യൂഷൻ വഴി ഒരു ഇസ്ലാമിക് റെജീം അവിടെ ഭരണത്തിൽ കയറിയത്, അത് തന്നെ ഇപ്പോഴും തുടരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. നേതാക്കളെ മാറ്റുന്നത് കൊണ്ട് ഒരിക്കലും ഒരു അധികാര ശൃംഖലയെ അത് പൂർണ്ണമായി തകർക്കാൻ സാധിക്കില്ല. ഇറാൻ നേരത്തെ തന്നെ പ്രിപ്പേർഡായി അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ അവർ തങ്ങളുടെ നേതൃത്വത്തെ സംരക്ഷിക്കാൻ സ്വീകരിച്ചിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഇറാൻ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇന്നലെ തന്നെ പല അഭ്യൂഹങ്ങളും വന്നിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി. എന്നാൽ ഇറാൻ തന്നെ അത് എല്ലാം നിഷേധിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അമേരിക്കയുടെ വാദങ്ങളടക്കം. ഓക്കെ, എന്തായാലും ട്രംപ് പറയുന്നത് ഈ അവസാനിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ജയിച്ചു, പക്ഷേ 2-3 ആഴ്ച കൂടി ഈ യുദ്ധം തുടരും എന്നുള്ള കാര്യമാണ് ട്രംപ് ഇന്ന് പറഞ്ഞു വെച്ചത്. ആർട്ടമിസ് 2-ന്റെ വിജയം, അതിൻ്റെ ആദ്യഘട്ട വിജയത്തിൽ അഭിനന്ദനം നൽകുകയും ചെയ്തു. എന്നാൽ അതിലേക്ക് തന്നെ നമുക്ക് കടക്കുകയും ചെയ്യാം. 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക്. നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിൻ്റെ വിക്ഷേപണം നടന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആ വിക്ഷേപണം. 4 പേരാണ് ഈ സംഘത്തിലുള്ളത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് SLS റോക്കറ്റ് കുതിച്ചുയർന്നത്. 4, 3, 2, 1. Booster ignition. Ends next. Good roll pitch. Roger, roll pitch. Houston, now controlling the flight of Integrity on the Artemis 2 mission around the moon. Integrity, AMT high. AMT high. On time, passing 30 seconds onto the flights. Integrity
integrity passes the alternate decom. Target milestone. Mission Control Houston seeing good performance on the 4 main engines. Space Launch System core stage. Integrity. 3 miles in altitude. Traveling more than 1,200 miles per hour. Altitude 8 miles downrange, traveling more than 2,600 miles per hour. അഭിലാഷ് KP കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഈ 54 വർഷങ്ങൾക്ക് ശേഷമുള്ള ദൗത്യം എന്ന് പറയുമ്പോൾ പോലും ഈ ആർടെമിസ് 2 ഈ ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്, അല്ലേ? അതായത് ചന്ദ്രന് ചുറ്റും കറങ്ങുന്ന ഒരു മിഷൻ. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? എൽദോ, ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് പോലും തോന്നുന്ന തരത്തിലുള്ള ഉദ്യമവും ആയാണ് ആർട്ടിമിസ് 2 ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ ദൗത്യം എന്നത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ചന്ദ്രനിൽ സ്ഥിരതാമസം ആക്കുന്ന തരത്തിൽ മനുഷ്യജീവിതങ്ങളെ മാറ്റുക, മനുഷ്യന്റെ മറ്റൊരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റുക. ഒപ്പം ചൊവ്വയിൽ ഭാവിയിൽ ഇനി താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഇടനില അല്ലെങ്കിൽ ഇടത്താവളം എന്ന നിലയിലേക്ക് ചന്ദ്രനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. എന്തായാലും സുദീർഘമായ പരീക്ഷണങ്ങളുടെ ഒരു വിജയഘട്ടം കടന്നിരിക്കുന്നു നാസ എന്ന് തന്നെ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആണ് അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഈ റോക്കറ്റ് കുതിച്ചുയർന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത് നാസയുടെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള റോക്കറ്റ് ആണ്, അതായത് സ്പേസ് ലോഞ്ച് സിസ്റ്റം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നതാണ് ഈ റോക്കറ്റിന്റെ പേര്. ഈ റോക്കറ്റിനകത്ത് ഓറിയോൺ എന്ന പേടകമുണ്ട്. 32 നിലകൾ ഉള്ള ഒരു റോക്കറ്റ് ആണ് ഇത്. ഇതിനകത്ത് 4 അറകളും ശുചിമുറികളും അതോടൊപ്പം തന്നെ ഓക്സിജൻ, ഭക്ഷണം ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഓറിയോൺ എന്ന പേടകം ആണ് ഉള്ളത്. ഈ ഓറിയോൺ പേടകത്തെ ചന്ദ്രോപരിതലത്തിലേക്ക് അല്ലെങ്കിൽ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഇപ്പോൾ വിജയകരമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദൗത്യം ആരംഭിച്ച ഘട്ടത്തിൽ നാസ ശാസ്ത്രജ്ഞരെ അല്പമൊന്ന് വിയർപ്പിച്ചിരുന്നു. കാരണം വിക്ഷേപണം ആരംഭിച്ച ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഓറിയോൺ പേടകവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് അത് തിരിച്ചു ലഭിക്കുകയും ഈ യാത്രക്കിടയിൽ തന്നെ അവർ കാണുന്ന, അതായത് ഭൂമിക്ക് കിലോമീറ്ററുകൾ മുകളിൽ നിന്നുകൊണ്ട് അവർ കാണുന്ന കാഴ്ച എന്ത് എന്നത് സംബന്ധിച്ച സന്ദേശങ്ങൾ കൃത്യമായി സ്പേസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ അയച്ചുകൊണ്ടും സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അടക്കം അയച്ചുകൊണ്ടും ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടം നമുക്ക് പൂർണ്ണമായും വിജയം എന്ന് തന്നെ പറയാം. 10 ദിവസം നീളുന്ന ഈ ദൗത്യത്തിന്റെ ഒരു ലക്ഷ്യം എന്നത് ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 9,000 കിലോമീറ്റർ വരെ അടുത്തേക്ക് എത്തുക. എൽദോ, ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഏതാണ്ട് 22 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ഈ സംഘം സഞ്ചരിക്കുന്നത് എന്നതാണ്. അതായത് നമ്മുടെ ഭൂമിയെ 50 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന ദൂരം ആണത്. ഒരു പക്ഷേ ലോകത്ത് ഇതുവരെയും മനുഷ്യർ നടത്തിയിട്ടുള്ള ഏറ്റവും ദീർഘമേറിയ യാത്ര എന്നതുകൂടിയാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ഈ ചന്ദ്രോപരിതലത്തിന്റെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു സ്പേസ് സെന്റർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ബഹിരാകാശ നിലയം എന്ന നിലയിൽ തന്നെ ഒരു ലൂണാർ സ്പേസ് സെന്റർ സ്ഥാപിക്കുക എന്നതാണ്. ഈ സ്പേസ് സെന്ററിനെ ഉപയോഗിച്ചുകൊണ്ട് ഹീലിയം 3 ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ പരിശോധനയും അങ്ങനെ ധാതു ഖനനവും സാധ്യമാക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യം. ഭാവിയിൽ ഒരു പക്ഷേ ഈ ധാതുക്കൾ, നമുക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ ഭൂമിയിലെ ധാതുക്കളുടെ ലഭ്യത കുറയുന്നത് നമ്മുടെ ഊർജ ആവശ്യങ്ങൾക്കുമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ചന്ദ്രനിൽ നിന്ന് ധാതു ഖനനം സാധ്യമാകുന്നുവെങ്കിൽ അങ്ങനെ ധാതുക്കൾ അടക്കം ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഒപ്പം ചൊവ്വയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് ഇപ്പോഴും പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ അവിടെ ഒരു ഇടത്താവളമാക്കി മാറ്റുക, അതായത് സ്ഥിരമായ നിർമ്മിതികൾ ചന്ദ്രനിൽ നടത്തുക എന്നുള്ളതാണ്. ഇതുവരെയും അങ്ങനെ സ്ഥിരമായ നിർമ്മിതികൾ നടന്നിട്ടില്ല എന്നതാണ് പ്രത്യേകത. അത്തരം നിർമ്മിതികൾ സാധ്യമാകുമോ എന്നതുകൂടിയാണ് ലക്ഷ്യം. അത് സാധ്യമാകുന്നു എങ്കിൽ അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് 2027 ആണ് ആരംഭിക്കാൻ പോകുന്നത്. എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1972 അപ്പോളോ 17 എന്ന ഉദ്യമത്തിൽ ആണ് അവസാനമായി ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിച്ചത്. 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണ് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നത്. ഈ യാത്രാ സംഘത്തിലെ അംഗങ്ങൾ ഇവർ ആണ്. റീഡ് വെസ്മാൻ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞൻ കൂടിയാണ്, ബഹിരാകാശ സഞ്ചാരിയാണ്. റീഡ് വെസ്മാൻ ഈ സംഘത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് തന്നെ പറയാം. ഇതിൽ ഒരു പൈലറ്റിൻ്റെ സ്വഭാവത്തോടു കൂടി ഈ സംഘത്തെ നയിക്കുന്നത് വിക്ടർ ഗ്ലോഗർ ആണ്. അദ്ദേഹവും നാസയിൽ നിന്നുള്ള ആളാണ്. എടുത്തു പറയേണ്ടത് ആദ്യമായി ഈ ചന്ദ്രദൗത്യത്തിൽ ഒരു വനിത ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്റ്റീന കോച്ച് ആണ് ഇത്. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള വനിത കൂടിയാണ് ക്രിസ്റ്റീന. അതോടൊപ്പം തന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ജെറമി ഹാൻസൺ.
ഹാൻസൺ നാസയുടെ ബഹിരാകാശ സഞ്ചാരിയല്ല, മറിച്ച് കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ സഞ്ചാരിയാണ്. അമേരിക്കക്കാരൻ അല്ലാത്ത യാത്രികൻ എന്ന പ്രത്യേകതയുമുണ്ട്. ഈ 4 പേരും ദിവസങ്ങളായി ക്വാറന്റൈനിൽ ആയിരുന്നു. അതായത് പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കൃത്യമായ ആരോഗ്യം അടക്കം പരിരക്ഷിച്ചുകൊണ്ട് ഇവർ ദൗത്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഈ 4 പേർ ആണ് ഇപ്പോൾ ചന്ദ്രോപരിതലത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇനിയുള്ള 10 ദിവസങ്ങൾ ഏറെ നിർണായകം തന്നെയാണ്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവരശേഖരണം നടത്തി അവർ തിരികെ എത്തും. എൽദോ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ ദൗത്യത്തിന്റെ അവസാനം, അതായത് ഇവർ 10 ദിവസത്തിന് ശേഷം മടങ്ങിയെത്തുക എന്നതാണ് ഈ ദൗത്യത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഏതാണ്ട് 40,000 കിലോമീറ്റർ വേഗതയിൽ ആയിരിക്കും ഈ പേടകം. ഇപ്പോൾ ഇത് റോക്കറ്റിന്റെ സഹായത്തോടു കൂടി ആണല്ലോ ചന്ദ്രോപരിതലത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ഓറിയോൺ പേടകം എന്നത് തിരികെ, അതായത് ഓക്സിജനും ഭക്ഷണവും ശുചിമുറിയും ഒക്കെ ഉൾപ്പെടുന്ന 4 സ്വകാര്യ അറകൾ ഉൾപ്പെടുന്ന ഈ പേടകം തിരികെ എത്തുന്നത് 40,000 കിലോമീറ്റർ വേഗതയിലായിരിക്കും എന്നുള്ളതാണ്. ഈ വേഗതയിൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പതിക്കുമ്പോൾ അത് ഈ സൂര്യൻ്റെ താപവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഏതാണ്ട് സൂര്യൻ്റെ ഉപരിതലത്തിലെ ചൂട് എത്രയാണോ അതിൻ്റെ പകുതി ചൂട്, അതായത് 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ആയിരിക്കും ചൂട് എന്നതാണ്. ഒരു പക്ഷേ അത് ഒരു സാധാരണ മനുഷ്യന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. 2700 അധികം വരുന്ന ചൂട് എന്നത്. അപ്പോൾ ഇത്രയും ചൂടിനെ സഹിക്കാൻ പറ്റുന്ന ഒരു പേടകം ആണത്. അതിനുശേഷം ആ പേടകം ഭൂമിയിലേക്ക് കടന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചിത ദൂരപരിധിയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് പാരച്യൂട്ടുകളുടെ സഹായത്തോടു കൂടി ഈ യാത്രികർ വേർപിരിയുകയും അങ്ങനെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്യും എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതി ഇപ്പോൾ വിജയകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 10 ദിവസത്തെ സഞ്ചാരത്തിന് ശേഷം വലിയ നേട്ടങ്ങളുമായി അവർ തിരികെ എത്തും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. റൈറ്റ്, അതാണ് ഏതാണ്ട് 10 ദിവസത്തെ സമയം. ആ സമയം ചന്ദ്രനെ ചുറ്റിപ്പറന്ന് വലിയ ഒരു നാഴികക്കല്ല് കുറിക്കുക എന്നുള്ളതാണ് ആർടെമിസ് 2-ന്റെ ദൗത്യം. അതിലാദ്യമായി ഒരു വനിതയും ഉൾപ്പെടുന്നു ചന്ദ്ര ദൗത്യത്തിൽ. ഏപ്രിൽ 10 അവർ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കും കേരളം വിധി എഴുതാൻ ഇനി 7 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. സംസ്ഥാനത്ത് പ്രചാരണം കടുക്കുകയാണ്. LDF UDF മുന്നണികളുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കുക. കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ MV ഗോവിന്ദൻ, LDF കൺവീനർ, മുന്നണിയിലെ മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനുകൾ, ലൈഫ് മിഷൻ, K-ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ അടുത്ത ഘട്ട പ്രഖ്യാപനങ്ങൾ ഈ പത്രികയിൽ ഉണ്ടായേക്കുമെന്നാണ് വിവരം. കൊച്ചിയിലാണ് UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, KC വേണുഗോപാൽ, VD സതീശൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പുറമെ എന്ത് പ്രഖ്യാപനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്നതാണ് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. MS അനീഷ് കുമാർ ഒപ്പം ഡാനി പോൾ രണ്ടുപേരുമാണ് വിവരങ്ങൾ നൽകുക. ആദ്യം അനീഷിലേക്ക്. അനീഷ്, കോഴിക്കോടാണല്ലോ LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. മുഖ്യമന്ത്രി പുറത്തിറക്കും, ഒപ്പം തന്നെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടാകുമെന്ന് കരുതാം. എന്തൊക്കെയാണ് നമ്മൾ പത്രികയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നത്? എൽദോ, മുൻപുള്ള കാലങ്ങൾക്ക് വിപരീതമായി ഫ്രീ ബീസ്, അതായത് ആളുകൾക്ക് സൗജന്യം നൽകുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രിക രീതിയിലേക്ക് കേരളത്തിലെ മുന്നണികൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. UDF നേരത്തെ തന്നെ ഈ ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടിയുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപയുടെ, ഒപ്പം വിദ്യാർത്ഥിനികൾക്ക് സഹായം നൽകുന്ന പദ്ധതികൾ, അങ്ങനെ അത്തരത്തിലുള്ള പദ്ധതികളുമായി നേരത്തെ തന്നെ രംഗത്ത് എത്തിയത്. ഇനിയിപ്പോൾ അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കാനിരിക്കുന്നു. BJP ഇതിനകം പ്രകടന പത്രിക പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. 2500 രൂപയോളം വരുന്ന സാധന സാമഗ്രികൾ വാങ്ങുകയും മരുന്ന് വാങ്ങുകയും ചെയ്യുന്ന റീചാർജ് കൂപ്പൺ, 2500 കൂപ്പൺ വീട്ടമ്മമാർക്ക് നൽകും. 2 ഗ്യാസ് സിലിണ്ടറുകൾ ഒരു വർഷം സൗജന്യമായി നൽകും. കുടിവെള്ളം ഉറപ്പുവരുത്തും. ഒപ്പം തിരുവനന്തപുരത്തും കോഴിക്കോടും മോണോ റെയിൽ പദ്ധതി വരുന്നു. സംസ്ഥാനത്തെ ആകെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ വരുന്നു. കേരളത്തിന് എയിംസ് നൽകുന്നു.
അങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്നും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് LDF ഇത്തവണ ജനങ്ങൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ എന്നതാണ് ആകാംക്ഷയോടുകൂടി കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖച്ഛായം മാറ്റിയ പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ. സംസ്ഥാനത്തെ ദരിദ്ര വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് വീട് നൽകുന്ന ഒരു ബൃഹത് പദ്ധതിയായി മാറിയിരുന്നു. ആ ലൈഫ് മിഷൻ്റെ ഒരു പുതിയ മാറ്റം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് മൂന്നാമത് സർക്കാർ വന്നാൽ, ഇടത് സർക്കാർ വന്നാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മാറ്റിയ കാലത്തെ ഒരു ആവിഷ്കാരം എന്നത് സംബന്ധിച്ച കൃത്യമായൊരു കാര്യം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഒപ്പം പെൻഷൻ, ഈ എല്ലാ പ്രകടന പത്രികയിലും പെൻഷൻ്റെ കാര്യം പ്രത്യേകം ഊന്നൽ നൽകുന്നുണ്ട്. UDF ആ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. BJPയും 3000 രൂപയായി പെൻഷൻ ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അക്കാര്യത്തിൽ എന്താണ് LDF സർക്കാരിൻ്റെ ചുവടുവയ്പ് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ 2 മാസത്തെ പെൻഷൻ ഒന്നിച്ചു നൽകുന്ന സാഹചര്യമുണ്ടായി. LDF നേതാക്കൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും ഊന്നിക്കാട്ടിയ ഒരു വിഷയം ക്ഷേമ പെൻഷനായിരുന്നു. UDF ഭരിച്ച കാലത്ത് ഒരുപാട് മാസങ്ങളുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു. പിന്നീട് അത് കൃത്യമായി വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇടക്കാലത്ത് കുടിശ്ശിക വന്നപ്പോൾ അത് UDF ഒരു രാഷ്ട്രീയ ആയുധമായി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കൃത്യമായി വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ്. അതുകൊണ്ട് എന്താണ് ഈ കാര്യത്തിൽ എത്ര വലിയ ഒരു വർധനമാണ് ഇടതുപക്ഷം അക്കാര്യത്തിൽ വാഗ്ദാനം ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഒപ്പം K-Fund പോലെയുള്ള കേരളത്തിൻ്റെതായ തനത് പദ്ധതികളുടെ ഒരു നിലവിലെ പ്രോഗ്രസ്, ഒപ്പം എന്ത് രീതിയിലേക്കാണ് അതിനെ മാറ്റി നിർവചിക്കാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടിക്കും ഒപ്പം BJP മുന്നോട്ട് വെച്ചിരിക്കുന്ന സൗജന്യ വാഗ്ദാനങ്ങൾക്കും അപ്പുറം എന്താണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് LDF വാഗ്ദാനം ചെയ്യുന്നത് എന്നറിയാം. രാവിലെ 10 മണിക്ക് കോഴിക്കോട് വെച്ചാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. LDFിൻ്റെ പ്രധാന നേതാക്കളൊക്കെ ചടങ്ങിലുണ്ടാവും. മുഖ്യമന്ത്രിയാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. എന്തായാലും ഈ 2-3 പദ്ധതികൾ ഊന്നിയുള്ള, അതായത് ലൈഫ് മിഷൻ പദ്ധതി, K-Fund പദ്ധതി, ഒപ്പം എന്ത് തരത്തിലാണ് ക്ഷേമ പെൻഷൻ്റെ ഒരു വർധനവ് ഉണ്ടാവുക എന്നീ കാര്യങ്ങളാവും പ്രധാനമായി ഉണ്ടാവുക. ഒപ്പം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ നിന്നും എത്രമാത്രം മുന്നോട്ട് പോയി എന്നതടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഒരു അവലോകനം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശരി, ഞാൻ ഡാനി പോളിലേക്ക് കൂടി പോവുകയാണ്. ഡാനി, എപ്പോഴാണ് കൊച്ചിയിൽ UDFിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കാൻ പോകുന്നത്? തെലങ്കാന മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ആരാണ് അതിന് നേതൃത്വം നൽകുക? എൽദോ, ഇന്ന് രാവിലെ 10 മണിക്കാണ് കൊച്ചിയിൽ UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെയാണ് ഇതിലെ ഒരു പ്രധാന വ്യക്തിത്വം എന്ന് പറയേണ്ടത്. അദ്ദേഹമാണ് അത് പുറത്തിറക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ദിവദാസ് മുൻഷി, KC വേണുഗോപാൽ തുടങ്ങി കോൺഗ്രസിന്റെ മുൻനിര നേതൃത്വം തന്നെ ഇതിൽ പങ്കെടുക്കും. പ്രധാനമായും ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 പ്രധാന പദ്ധതികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും തന്നെ ഒരു ക്യാമ്പയിനും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നു. അതിനപ്പുറം മറ്റെന്ത് എന്നതാണ് ഇതിലിപ്പോൾ കൂടുതൽ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. സ്ത്രീകളെയും യുവജനങ്ങളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം ഇതിലുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സൗജന്യ ബസ് യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ തുടങ്ങിയവ നൽകുന്ന പ്രഖ്യാപനത്തിലെല്ലാം തന്നെ ഉള്ളതായിട്ടാണ് സൂചന. ഒപ്പം തന്നെ പ്രതിമാസ പെൻഷൻ 3000 രൂപയെ വർദ്ധിപ്പിക്കുക, യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പ്രതിപാദിച്ചിരുന്നവയാണ്. അപ്പോൾ ഇനി എന്ത് കൂടുതൽ വാഗ്ദാനങ്ങൾ എന്നതാണ് നോക്കുന്നത്. കാരണം 10 വർഷത്തിന്റെ തുടർച്ചയായി വരുന്ന ഇടത് ഭരണം അതിനെ മറികടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിരവധി ക്ഷേമ പദ്ധതികളടക്കം പ്രഖ്യാപിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഈ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. എന്താ LDFിൻ്റെ UDFിൻ്റെ പ്രകടന പത്രികകൾ ഇന്ന് പുറത്തിറക്കുകയാണ്. LDFിൻ്റേത് കോഴിക്കോട്, UDFിൻ്റേത് കൊച്ചിയിൽ. ഡാനി പോളും അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി പ്രിയങ്ക ഗാന്ധി ഇന്ന് തലസ്ഥാനത്തെത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകും. വൈകിട്ട് 4 മണിക്ക് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരന് വേണ്ടി കവടിയാറിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രിയങ്ക പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടും തലസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ നിന്ന് പങ്കെടുക്കും. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞു. കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വടക്കന്തറയിൽ പിഷാരടിയെ തടഞ്ഞത്.
പെണ്ണുപിടിയന്മാരായ കോൺഗ്രസുകാരെ കയറ്റില്ല എന്ന് പറഞ്ഞാണ് സ്ത്രീകൾക്കൊപ്പം സ്ഥാനാർത്ഥിയെ വിലക്കിയത്. പിഷാരടി മാധ്യമങ്ങളിൽ നടത്തിയത് സ്ത്രീവിരുദ്ധ പ്രസ്താവനയാണെന്നും ഈ വീട്ടമ്മമാർ ആരോപിച്ചു. വാങ്ങി വെച്ച പോലെ പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ്. പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞത് പാലക്കാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എതിർ സ്ഥാനാർത്ഥികളോട് നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഒക്കെ കാണും. പക്ഷേ അതൊന്നും വ്യക്തിപരമായ എതിർപ്പോ വിദ്വേഷമോ അല്ല എന്നാണ് ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയിൽ തനിക്ക് പറയാനുള്ളത് എന്നായിരുന്നു NMR റസാഖിന്റെ പ്രതികരണം. ഒരു സ്ഥലത്ത് പര്യടനത്തിന് പോയ സമയത്ത് അവിടെ വേറൊരു പാർട്ടിയിൽപ്പെട്ട കുറച്ചുപേരെ തടയുകയും ആ തടഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചയക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ മണ്ണിൽ ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. പാലക്കാട്ടുകാരുടെ മനസ്സ് അങ്ങനെയുള്ളതല്ല. പ്രിയമുള്ള എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഒരാൾ നമ്മുടെ പ്രദേശത്ത് വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകുന്നത് കൊണ്ട് നമ്മളെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ആദർശം അങ്ങനെ മാറിപ്പോകുന്നില്ല. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. അവരെല്ലാ സ്ഥലത്തും വന്ന് വോട്ട് ചോദിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളിൽ ഏത് പാർട്ടിയുടെ ആൾക്കാർക്കും അവരുടേതായ ഒരു ആദർശങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആദർശങ്ങളിൽ നിൽക്കുക. അവർ പെട്ടെന്ന് അങ്ങനെ പോകുന്ന സംവിധാനം ഒന്നുമല്ല. അങ്ങനെയൊന്നും ആരും പേടിക്കേണ്ട. അപ്പോൾ ആയതുകൊണ്ട് ഇമാതിരിയുള്ള ഈ വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ടാകുന്ന മറ്റുള്ള അണികളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ ഉണ്ടായാൽ നമ്മുടെ നാട് നമുക്കത് നമ്മളെ പിടിച്ചാൽ കിട്ടുന്ന തരത്തിൽ ആവില്ലല്ലോ. ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കണം. പാലക്കാട്ടുകാരെല്ലാവരും ഒന്നാണ്. പാലക്കാട്ടുകാരുടെ മനസ്സങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം വരയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള പക്ഷം പിടിക്കലൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നാം എല്ലാവരും ഒന്നാണ്. പ്രിയമുള്ളവരെല്ലാവരും അതിൽ നിന്ന് മാറി നിൽക്കണം. ഇത് ഇനി ആവർത്തിക്കരുത് എന്നാണ് അടുത്തൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അവിടെ എത്തുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് റാന്നിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ. ശബരിമല ഉൾപ്പെട്ട മണ്ഡലത്തിൽ ഇടതുപക്ഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണയും അനുകൂലമാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റാന്നി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം വിജയപ്രതീക്ഷയിലാണ്. LDFന്റെ റാന്നി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നു. ഇപ്രാവശ്യം വിജയം ആവർത്തിക്കും. ഈ യാദൃശ്ചികമാണെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആദ്യത്തെ പേര്, ഒന്നാമത്തേത് പ്രമോദ് നാരായണനാണ്. ചിഹ്നവും രണ്ടിലെയും ആദ്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നാമതായി ജയിച്ചു മുന്നേറി മണ്ഡലത്തിൽ MLA ആയുള്ള പ്രവർത്തനം തുടരും. നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉറപ്പായും ജയിക്കും എന്ന വിശ്വാസമുണ്ട്. ഈ ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ് റാന്നി. UDFന്റെ പ്രധാന പ്രചരണ വിഷയം ശബരിമല വിഷയം തന്നെയാണ്. സ്വർണ്ണക്കൊള്ള, ഇടക്കൊള്ള, അതൊക്കെ ഈ പ്രചരണത്തിനും ഈ തെരഞ്ഞെടുപ്പിനും തിരിച്ചടിയാവും. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ഒരു അയ്യപ്പ ഭക്തൻ എന്ന തരത്തിൽ എൻ്റെ ജന്മനാട് പന്തളത്തിനടുത്താണ്. അവിടെ ജനിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് എല്ലാ മലകളും ശബരിമലയാണ്, എല്ലാ പുഴയും പമ്പയാണ്, എല്ലാ മന്ത്രങ്ങളിലും ശരണമന്ത്രത്തിൻ്റെ ധ്വനികളുണ്ട്. ഞാൻ ഈ വഴികളിലൂടെ ആദ്യമായി കടന്നുപോയതെല്ലാം ശബരിമലയിലേക്കുള്ള എൻ്റെ യാത്രകളാണ്. റാന്നിയുടെ MLA ആയപ്പോൾ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ പേറുന്നത് തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം പോകാൻ കഴിയുന്നു. മണ്ഡലകാലത്ത് നട തുറക്കുമ്പോൾ നിൽക്കാൻ കഴിയുന്നു. ഹരിവരാസനം പാടി നട അടയ്ക്കുമ്പോൾ അവിടെ നിൽക്കാൻ കഴിയുന്നു. ഒരയ്യപ്പ ഭക്തന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഒരയ്യപ്പ ഭക്തൻ എന്ന തരത്തിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നത് കൃത്യമായ നിലപാടാണ്. അയ്യപ്പന്റെ ഒരു തരി സ്വർണമാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ, അത് കവർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വിലങ്ങ് വീഴും. അത് വീഴണം, അവർ തുറുങ്കിലടയ്ക്കപ്പെടണം എന്നതാണ് എൻ്റെ നിലപാട്. അതെല്ലാ വിശ്വാസികളുടെയും നിലപാടാണ്. ഈ സർക്കാർ അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ടാണ്. അയ്യപ്പനെ
പ്രചരണ വിഷയമാക്കണമോ, അതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കണമോ, അത് അയ്യഭക്തന്മാർ ഇതെല്ലാം കാണുന്നുണ്ട്. എന്തായാലും എന്നെ അയ്യപ്പൻ അറിയാം, നാട്ടിലെ വിശ്വാസികൾക്കറിയാം. പ്രധാനമായും LDF നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണോ ഇത്തരത്തിൽ പ്രധാനമായും ചർച്ച? അങ്ങയുടെ ചോദ്യത്തിൽ 2 ഉത്തരങ്ങൾ എനിക്കുണ്ട്. ആദ്യത്തേത് MLA നിരത്തുള്ള ആളുകളുമായുള്ള വ്യക്തിബന്ധങ്ങളാണ്. 2021 ആദ്യമായി വരുമ്പോൾ അടുപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഏത് സ്ഥലത്തേക്കും പോവും, ഈ നിൽക്കുന്ന ഓരോ ആളിനെയും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയും. ഈ നിൽക്കുന്ന മോളെ 2 വർഷം മുമ്പാണ് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്, ഞങ്ങളുടെ റോഡ് MLA ഒന്ന് ശരിയാക്കി തരുന്നു. ഒരു MLAക്ക് ഒരു മെസ്സേജ് അയക്കാം, വിളിക്കാം, പരിചയപ്പെടുത്തൽ വേണ്ട, ആമുഖങ്ങൾ വേണ്ട. അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾ മുതൽ തലമുതിർന്ന മനുഷ്യർ വരെയുള്ള ഒരു ആത്മബന്ധമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റാന്നിയിലെ ജനങ്ങൾ 5 വർഷം കൊണ്ട് അവരുടെ കുടുംബാംഗമായി, കുറച്ചുകൂടി ഭംഗിയായി, അഴകോടെ പറഞ്ഞാൽ കൂടെ പിറപ്പായി കാണുന്ന ഒരു ബന്ധം. അത് അവരുടെ പ്രശ്നങ്ങൾ കേട്ടതിൻ്റെയാണ്. രണ്ടാമത്തേത്, വികസനത്തിൽ റാങ്ക് വാങ്ങിയ മണ്ഡലമായിരുന്നു ഈ 5 വർഷം. എല്ലാ ബൃഹത്തായ പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയും. 12 പഞ്ചായത്തുകളിലും സിഗ്നേച്ചർ പ്രോജക്ട്സ്, 121 കോടി. ശബരിമല ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയണോ, ശബരിമലയിലെ ഭക്തർക്ക് വെള്ളമെത്തിക്കാൻ ടാങ്കറുകളിലായിരുന്നു 121 കോടി രൂപയുടെ നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി നമ്മൾ കമ്മീഷൻ ചെയ്തു. പെരുന്നാട്ടിൽ കിടത്തി ചികിത്സ ആരംഭിച്ചു. അവിടുത്തെ മഞ്ഞത്തോട്ടിലെ ആദിവാസി ജനവിഭാഗങ്ങൾ ടൈറ്റിൽ ഡീഡ് കൊടുത്തു. ഇപ്പുറത്തേക്ക് വന്നാൽ പെരുന്തേനരുവിൽ ടൂറിസം, നാറാണമൊഴി, വെച്ചുച്ചിറ, പെരുന്നാട് പഞ്ചായത്തുകൾ പെരുന്തേനരുവിൽ ടൂറിസത്തിൽ ഒരു സ്ഫടിക പാലത്തിന് അനുമതി വാങ്ങി. ഈ 3 പഞ്ചായത്തുകളെയും സാരമായി ബാധിക്കുന്ന വന്യമൃഗ ആക്രമണം അത് തടയാൻ കേരളത്തിൽ ആദ്യമായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ പ്രത്യേക അനുമതി വാങ്ങിയെടുത്ത് പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിഞ്ഞു. സാന്ത്വനമിത്ര. ഇങ്ങനെ ഒരു വികസന മാതൃക രൂപപ്പെട്ടു. അതിലെല്ലാവരെയും സ്പർശിക്കാൻ കഴിഞ്ഞു. പള്ളിയോടങ്ങൾക്ക് ഈ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരള ബജറ്റിൽ പള്ളിയോടങ്ങൾക്ക് പണം നീക്കിവെക്കുന്നു. ഒരു കഴിഞ്ഞ വർഷം 1 കോടി, ഈ വർഷം 50 ലക്ഷം. നമ്മുടെ പടയണി മ്യൂസിയങ്ങൾക്കായി പണം നീക്കിവെക്കാൻ കഴിയുന്നു. മർത്തോമ സഭയുടെ ആസ്ഥാനമായ തപോവൻ, അവിടെ അതിനായി ഭർണബാസ് തിരുമേനി വിട്ടു നൽകിയൊരു സ്ഥലമുണ്ട്. അവിടെ ഇതാ തപോവൻ ടൂറിസം യാഥാർത്ഥ്യമാകും. ദളിത് ക്രൈസ്തവർക്ക് ആദ്യമായി ഒരു ഓഫീസ് നമ്മുടെ റാന്നിയിൽ തുടങ്ങുന്നു. എല്ലാ വിഭാഗങ്ങളെയും സ്പർശിക്കാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം ഒരു തരത്തിലുമുള്ള ഒരു ആമുഖങ്ങൾ വേണ്ട. അവരുടെ എല്ലാം MLA ആണ്, അവരുടെ എല്ലാം പ്രതിനിധിയാണ്, പ്രതീകമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ വിജയാശംസകളും നേരുന്നു. അങ്ങയുടെ വിജയാശംസകൾക്ക്, ന്യൂസ് 18 വിജയാശംസകൾക്ക് നന്ദി. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള ലൈംഗിക പീഡന കേസിൽ അതിക്രമം നടന്ന കാരവൻ പോലീസ് കണ്ടെത്തി. കാരവനുള്ളിൽ CCTV ഇല്ലായിരുന്നു. പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് നിലവിലെ ശ്രമം. പീഡനം നടന്ന സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്ന കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഡാനി പോൾ കൂടുതൽ വിവരണം നൽകും. ഡാനി, എന്തായാലും ശനിയാഴ്ചയാണ് ഇക്കാര്യത്തിൽ ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുന്നത്. ഇനി അതിനുമപ്പുറത്തേക്ക് കേസ് അന്വേഷണം അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ ആളുകളിലേക്ക് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണോ അന്വേഷണ സംഘം? ഇതിൽ കൂടുതൽ ശനിയാഴ്ചയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിന് മുൻപായിട്ട് കൂടുതൽ തെളിവുകൾ, കാരണം ജാമ്യാപേക്ഷയെ സ്വാഭാവികമായും തന്നെ അതിൽ കൂടുതൽ തെളിവുകൾ അടങ്ങുന്ന കാര്യം. ഡാനിയുടെ ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നാണെങ്കിലും രഞ്ജിത്തിൻ്റെ നിർണായകമാണ്. കാരവനിലെ ദൃശ്യങ്ങളില്ല, അതിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിക്കുക. എന്നാലും കാരവൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സെറ്റിലുണ്ടായിരുന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാവുന്നത്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, തുടരാം. അങ്ങനെ തെളിവുകൾ കൂടുതൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇതിനുവേണ്ടി കൂടുതൽ ആ സെറ്റിലുണ്ടായിരുന്നവരുടെ അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ കാരവൻ അതിൽ കണ്ടെത്തിയിരുന്നു. സ്വാഭാവികമായും കാരവനകത്ത് CCTV ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണം ഉണ്ടാകാറില്ല. അതുകൊണ്ട് കാരവന് പുറത്ത് എപ്പോഴും തന്നെ CCTVയും സജ്ജമായിരിക്കും. അപ്പോൾ പുറത്തെ ദൃശ്യങ്ങൾ അതും ഈ തെളിവുകളുടെ ഭാഗമാണ്. അതുകൊണ്ട് അത് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അന്ന് ആ ദിവസം
പറയുന്ന സമയവും ആ ദിവസത്തിലെല്ലാം തന്നെയും ഉണ്ടായിരുന്ന ആളുകളുടെ താരങ്ങളല്ലാത്തതും സാങ്കേതിക പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇതിൽ സഹകരിക്കുന്നവരുമായ ഈ സിനിമയുമായി സഹകരിക്കുന്നവരുമായുള്ള അവരെ കണ്ടെത്താനും അവരെ മൊഴിയെടുക്കാനുമുള്ള ഒരു ശ്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ശനിയാഴ്ചയ്ക്ക് മുൻപായിട്ട് തന്നെയും അത്തരം മൊഴിയെടുപ്പുകൾ പൂർണ്ണമായും തീർക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ തെളിവുകൾ കണ്ടെത്തുക, കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളാണ് ശനിയാഴ്ചയ്ക്ക് മുൻപ് പോലീസ് പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. ഈ കേസിൽ നേരത്തെ തന്നെ പോലീസ് ഇതിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനു മുൻപും കേസുകൾ ആവർത്തിച്ചിട്ടുണ്ട്. രഞ്ജിത്തിനെതിരെ തന്നെയാണ് കേസുകൾ ഇതിനു മുൻപ് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം രഞ്ജിത്തിനെ ഇവിടെ നിന്ന് കടന്നു കളയാൻ സാധിച്ചത്, അതായത് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു, തുടർ നീക്കങ്ങൾ നടത്തുന്നു, ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രഞ്ജിത്തിനെ അവിടെ നിന്ന് കടന്നു കളയാൻ സഹായിച്ച താരങ്ങളുണ്ട്. അപ്പോൾ ഇവരും കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും. ഇവർ കൂടി കേസിൽ പ്രതിയാവുന്ന ഒരു സാഹചര്യം വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കും. അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു പ്രതിയെ രക്ഷപ്പെടാനായിട്ട് രക്ഷപ്പെടാൻ സഹായിക്കുന്നവരും സ്വാഭാവികമായും പ്രതികളാണ്. അപ്പോൾ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ പോലീസ് അവരുടെ വിശദീകരണങ്ങൾ തേടിയിരുന്നു. എന്നാൽ ടെലിഫോൺ അടക്കമുള്ള കാര്യങ്ങൾ, മൊബൈൽ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് വളരെ ഊർജിതമായിട്ട് തന്നെ കടന്നിരിക്കുകയാണ്. എൽദോ എന്താണെങ്കിലും കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കും, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. ഡാനി, ഇന്ന് പെസഹ വ്യാഴമാണ്. യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ പെസഹ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ തിരുവത്താഴ, ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങുകളും നടക്കും. നാളെ ദുഃഖവെള്ളി രാവിലെ വിവിധ കത്തോലിക്ക സഭകൾ കുരിശും പേറി സംയുക്തമായി കുരിശിന്റെ വഴി നടത്തും. സാരംഗ് സുധാകരനും ഡാനി പോളുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുക. അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പെസഹ ദിനം നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വികാര നിർഭരമായിട്ടുള്ള ദിനങ്ങളാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. 2026 പെസഹ വ്യാഴാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ നമ്മുടെ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിലെ നമ്മുടെ പള്ളിയിൽ വെച്ച് നിർവഹിക്കുമ്പോൾ ഞാൻ ഈ തിരുക്കർമ്മത്തിൽ ലോകത്തെ മുഴുവനും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ രൂപതകളെയും, വൈദികരെയും, സന്യസ്തരെയും, സഭയുടെ എല്ലാ മക്കളെയും, സഭ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും സ്ഥാപനങ്ങളും എല്ലാം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് ഇപ്പോൾ അവിടെ പെസഹ ശുശ്രൂഷയുടെ ഭാഗമായി ഇപ്പോൾ വിശ്വാസികളോട് സംസാരിക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഏത് പള്ളിയിലാണ് ഉള്ളത്? എന്തായി പെസഹ ദിന ചടങ്ങുകൾ, ശുശ്രൂഷകൾ? ഇനി എന്തൊക്കെയാണ് ഇന്ന് അവശേഷിക്കുന്നത്? എൽദോ, നമ്മളിപ്പോൾ കാണുന്ന മാർ റാഫേൽ തട്ടിൽ, മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നൽകുന്ന ഈ പെസഹ ദിന സന്ദേശമാണ് കാണുന്നത്. മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ. ഇതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ, ഏറ്റവും പവിത്രമായി കാണുന്ന കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങുകളിലേക്കടക്കം കടക്കും. പെസഹ ദിനം എന്ന് പറയുന്നത് ഈ തിരുവത്താഴത്തിന്റെ സ്മരണ പുതുക്കുക എന്നതിനൊപ്പം തന്നെ ക്രിസ്തുവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ കൂടിയെല്ലാം തന്നെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. വിവിധ ദേവാലയങ്ങൾ ഇതോടനുബന്ധിച്ച് കാൽകഴുകൽ ശുശ്രൂഷകളടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇപ്പോൾ സിറോ മലബാർ സഭ കേന്ദ്രങ്ങളിലെല്ലാം, ദേവാലയങ്ങളിലെല്ലാം തന്നെ രാവിലെയാണ് നടക്കുന്നത്. ലത്തീൻ സഭയിലുള്ള ദേവാലയങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുദേവൻ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്നതിന്റെ ആ ഒരു സ്മരണ പുതുക്കിക്കൊണ്ട്, അത് എളിമയുടെയും സ്നേഹത്തിന്റെയും എല്ലാം തന്നെ ആ ഒരു പ്രതീകമായിട്ട് 12 പേരുടെ കാലുകൾ കഴുകുന്ന ആ ഒരു ചടങ്ങുകൾ നടക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കാലുകൾ, വൈദികൻ അല്ലെങ്കിൽ അതിലെ മുഖ്യ പുരോഹിതൻ കാൽ കഴുകി അതിന് ആ ഒരു ദിവസത്തോട് താതാത്മ്യം പ്രാപിക്കുക എന്നത് തന്നെയാണ് ഈ ദിവസത്തിലെ ഒരു പ്രധാന ചടങ്ങായിട്ട് ദേവാലയങ്ങൾ നടക്കുന്നത്.
ഭാരത്തിലാണ് ക്രൈസ്തവർ. ഇന്നിപ്പോൾ പെസഹ ദിനമാണ്, പെസഹ വ്യാഴമാണ്. അപ്പോൾ ദിവ്യബലിയുണ്ട്, ഒപ്പം കാൽകഴുകൽ ശുശ്രൂഷകൾ, അന്ത്യത്താഴ സ്മരണയിലാണ് വിശ്വാസികൾ. സാരംഗ് സുധാരം കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. സാരംഗ്, തിരുവനന്തപുരത്തെ പെസഹ ശുശ്രൂഷ ചടങ്ങുകൾ അത് പൂർണ്ണമായോ? ഇപ്പോൾ എവിടെയാണുള്ളത്? എൽദോ, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം LMS പള്ളിയിലാണ്. ഇന്ന് വൈകുന്നേരമാണ് ഇവിടെയുള്ള ഭൂരിഭാഗം പള്ളികളിലും ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ന് പെസഹ വ്യാഴമാണ്, നാളെ ദുഃഖവെള്ളി, ഈസ്റ്റർ. ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വിശ്വാസ സമൂഹം കടന്നു പോകുന്നത്. വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എല്ലാ പള്ളികളിലും നടക്കും എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഈ ഒരു ത്യാഗസ്മരണയുടെ അടക്കം ഒരു സമയത്തിനിടയിലാണ് തെരഞ്ഞെടുപ്പിന്റെ അടക്കം വലിയ രീതിയിലുള്ള, അതായത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഇപ്പോൾ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഒപ്പം ഈസ്റ്ററിലേക്ക് കടക്കുന്ന ഒരു സമയം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു 50 നോമ്പിന്റെ അടക്കം അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരാഴ്ച കൂടിയാണ് ഈ ഒരു വിശ്വാസ സമൂഹം ഈ ഒരു നോമ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. എന്ത് തന്നെയായാലും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള പ്രധാന പള്ളികളിൽ ഈ ഒരു പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട കാൽകഴുകൽ ശുശ്രൂഷയും മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളടക്കം വൈകുന്നേരമാണ് നടക്കുക. എന്തോ റൈറ്റ്. സാരംഗ് സുധാകരൻ, ഡാനി പോളുമാണ് ചേർന്നത് പെസഹ ദിന വിവരങ്ങളുമായിട്ട്. ശക്തമായ മത്സരമാണ് ഈ ഗുരുവായൂരിൽ നടക്കുന്നത്. ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് MG രേണുക ചേരുന്നു. രേണുക, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഗുരുവായൂരിൽ മത്സരം? അത് ടൈറ്റ് ആണോ? എങ്ങനെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണമൊക്കെ സജീവമായി പോവുകയാണോ? തീർച്ചയായും എൽദോ, വളരെ ശക്തമായ മത്സരം തന്നെ ഇത്തവണ ഗുരുവായൂർ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. മാത്രവുമല്ല, വാർത്തകളിൽ ഗുരുവായൂർ നിറഞ്ഞു നിൽക്കുന്നു. അത് NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടിയാണ് ഗുരുവായൂരിൽ ഗുരുവായൂർ മണ്ഡല തെരഞ്ഞെടുപ്പും വലിയ രീതിയിൽ വാർത്തകളിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആളുകളെ കാണാനും എങ്ങനെയാണ് ഗുരുവായൂരിന്റെ ഒരു സ്പന്ദനം എന്നറിയാനും ഒക്കെ വേണ്ടി എത്തിയതാണ്. നമ്മൾ എത്തുമ്പോൾ തന്നെ കദളിക്കുലയുമായി BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് ഗോപാലകൃഷ്ണനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഗുരുവായൂരപ്പന് കൊടുക്കാനുള്ളതാണോ? ഗുരുവായൂരപ്പന് കൊടുക്കാനായിട്ട് ഭഗവാന് കദളിക്കുല സമർപ്പിച്ചിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വീണ്ടും ഇറങ്ങണം. ഭഗവാന് സമർപ്പിക്കാൻ എനിക്കല്ലേ പറ്റൂ, ബാക്കി 2 സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ സമർപ്പിക്കണ്ടേ? അപ്പോൾ അത് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇത് തെരഞ്ഞെടുപ്പിനുള്ള കൈക്കൂലിയാണോ? കൈക്കൂലി എന്ന് പറയുന്നത് ഭഗവാന് കൊടുക്കാൻ പറ്റുമോ? ഭഗവാൻ ഇങ്ങോട്ടാണ് തരണ്ടേ. നമ്മൾ ഭഗവാന് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ എല്ലാം സമർപ്പിച്ചിട്ടുള്ളതാണ്. കൈക്കൂലി കൊടുക്കുന്നത് ചില കാര്യങ്ങൾ കുറച്ച് കൊടുക്കുമ്പോഴല്ലേ. നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഭഗവാന് കൊടുക്കുന്ന കൈക്കൂലി നമ്മളെ തന്നെയാണ്. അത് നമ്മൾ സമർപ്പിക്കപ്പെട്ടത്. എല്ലാ മാസവും ഇവിടെ വന്ന് ശയനപ്രദക്ഷിണം എടുക്കുന്ന ആളാണ് ഞാൻ. എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുത് ഭഗവാന് കദളിക്കുല കൊടുക്കുന്നതാണ്. എന്നെ ഇവിടം വരെ എത്തിച്ചത് ഗുരുവായൂരപ്പനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താൻ പാതി ദൈവം പാതി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ടെൻഷനൊക്കെ പകുതി ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാം ഗുരുവായൂരപ്പൻ നോക്കുമോ? താൻ പാതി ദൈവം പാതി അല്ല, താനില്ല, ഒക്കെ ഭഗവാനാണ്. അതാണ് എൻ്റെ ഇതൊന്നും പിടിച്ചോ. എങ്ങനെയാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ കാണുന്നത്? നല്ല അന്തരീക്ഷമാണ്. വേറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ഒരു വൈകാരികമായ ഭാവം ഞാൻ കണ്ടിട്ടില്ല. പലതുകൊണ്ടും വൈകാരികമായ ഭാവമാണ് അത്. ഞാൻ ഉയർത്തിയ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ന്യൂസ് 80യോട് ഞാനൊരു തിരിച്ചൊരു ചോദിക്കാം. കുറച്ച് നേരമായില്ലേ ഈ അമ്പലത്തിന് മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? അമ്പലത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് മുമ്പ് മൂക്ക് കൊത്തിയില്ലേ? എന്നോട് തന്നെ പറഞ്ഞില്ല, അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതെന്താ കാരണം? ഇവിടെ മാലിന്യമാണ്. ഇവിടെ ഒഴുകുന്നത് മാലിന്യത്തിൻ്റെ, ഈ നാട്ടിലുള്ള മുഴുവൻ, ഇവിടെയുള്ള ഈ ഗുരുവായൂരിലുള്ള മുഴുവൻ മാലിന്യവും ഈ ഭഗവാൻ ഇരിക്കുന്ന ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഒഴുകുകയാണ്. അതിനകത്തൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല. അപ്പം നാറിയിട്ട് വയ്യ. മൂക്ക് പൊത്തിയിട്ടാണോ ഭഗവാൻ ഇരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നന്നാക്കണം. ഇതിനെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരണം. ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ അഴുക്കുചാൽ പദ്ധതി അത് ട്രീറ്റ്മെൻറ്റ് നടത്തി ഭേദാക്കണം. ഇവിടുത്തെ കുടിവെള്ളം ശരിയാക്കണം. ഇവിടുത്തെ ഈ ദുർഗന്ധം മാറ്റണം.
ഇവിടുത്തെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ കയറി ആ കംഫർട്ട് സ്റ്റേഷൻ ഒന്ന് നോക്കണം. ഈ ലോകത്തുനിന്ന് വരുന്ന പാവപ്പെട്ട സ്ത്രീകൾ, നാട്ടിലെ ജനങ്ങൾ, ഭക്തജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ആ കംഫർട്ട് സ്റ്റേഷൻ. വെള്ളമില്ല അതിനുള്ളിൽ. അതിനുള്ളിൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഏതോ 2-3 ഭക്തന്മാർ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ വെള്ളമില്ല, ആ കംഫർട്ട് സ്റ്റേഷൻ വൃത്തിഹീനമാണ്. അപ്പോൾ ഇവിടെ ദുർഗന്ധമാണ്. ഇതൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ വർഗീയമാണ്. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഇതല്ലല്ലോ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണൻ ഇതല്ല പറഞ്ഞത്. ഇത് പറഞ്ഞാൽ ആരും വർഗീയതയാണെന്നൊന്നും പറയില്ല. ഇതല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്നതുകൊണ്ടാണ് ഗുരുവായൂർ ചർച്ചയാകുന്നത്, ഗോപാലകൃഷ്ണൻ ചർച്ചയാകുന്നത്. അല്ല, ഞാൻ ഇതും പറയുന്നുണ്ടല്ലോ. അതേ നിൽക്കുന്നൊക്കെ ഭക്തജനങ്ങളാണ്. എനിക്കൊരു ബന്ധമില്ല. അവരെന്നെ കണ്ടപ്പോൾ നിന്നതാണ്. രാവിലെ തൊട്ട് ഇന്ന് രാവിലെ വന്ന് അവിടെ ക്യൂ നിൽക്കുന്നതാണ്. നാളെ രാവിലെയാണ് ഇവർക്ക് ദർശനത്തിന് സമയം കിട്ടുക. ഒരു കപ്പ് ചായ ഇവർക്ക് കൊടുത്തൂടെ? ഒരു കപ്പ് വെള്ളം ഇവർക്ക് കൊടുത്തൂടെ? ഇതൊന്നും കൊടുക്കില്ലല്ലോ. അവസാനം ഇങ്ങനെ വന്ന് നാളെ രാവിലെ നടയുടെ മുമ്പിൽ ഭഗവാനെ കാണാൻ നിൽക്കുമ്പോൾ ഒറ്റത്തള്ള മതി ഇതെന്തോ ഏർപ്പാട്? ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൽ അതിൻ്റേതായ ഒരു അന്തസ്സ് വേണം. ആ അന്തസ്സിൽ അതേ നിങ്ങൾ നോക്കൂ, ആ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് അതിൻ്റെ അടിഭാഗം മുഴുവൻ നിങ്ങൾ എടുക്കണമെന്നേ. അതിൻ്റെ അടിഭാഗം മുഴുവനും ഈ പക്ഷികൾ കാഷ്ടമിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നാറ്റമാണ് ഈ സൈഡിലേക്ക് വരുന്നത്. ഒരു ഭാഗത്ത് അടിയിൽ ദുർഗന്ധം. അപ്പോൾ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിനോട് താല്പര്യമുള്ള ആളുകൾ ഇവിടെ MLA ആവണം. ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ MLA ആയിട്ട് എന്ത് ചെയ്യാം? അല്ല, ഗുരുവായൂരിന്റെ വികസനം, ഇനിയും വേണ്ട വികസനം, കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അത് ഗോപാലകൃഷ്ണൻ പറയാം. പക്ഷെ അത് ഈ വർഗീയ പരാമർശമായി മാറുമ്പോഴല്ലേ? നമ്മളുടെ കേരളം എന്ന് പറയുന്നത് വർഗീയതയ്ക്ക് ഇടമില്ലാത്തൊരു സ്ഥലമല്ലേ? അതിനെ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടാനാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നതെന്നാണ് മറ്റ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. ഞാൻ പറഞ്ഞ വർഗീയത ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്. എന്താണ് വർഗീയത? ഞാൻ എന്തെങ്കിലും വർഗീയത പറഞ്ഞു? ഗുരുവായൂരിൽ മത്സരം അത് ശക്തമാണ്. രേണുക ഗോപാലകൃഷ്ണനുമായി സംസാരിക്കുകയായിരുന്നു. അവിടുത്തെ NDA സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം മൺവിളയിൽ പ്രജിതയുടെ പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി അച്ഛൻ പ്രദീപും അമ്മ സുജയുമാണ് ഈ വിവരം അറിയിച്ചത്. ഈ അമ്മ സുജയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സുജ ചേച്ചിയാണ്. ഞങ്ങൾ ന്യൂസ് 18 ഫാമിലിയിലെ അംഗമാണ്, ന്യൂസ് 18 കുടുംബത്തിൻ്റെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് 18 കുടുംബാംഗങ്ങൾ മുഴുവനുമായി പ്രജിതയ്ക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ പ്രജിത. കൊല്ലം കടക്കൽ സ്വദേശികളായിട്ടുള്ള ആദർശ്, അനുശ്രീ എന്നിവരുടെ വിവാഹമാണിന്ന്. എല്ലാവിധ ആശംസയും അഭിനന്ദനങ്ങളും നേരുന്നു. ആശംസകൾ അറിയിച്ചത് സുഹൃത്തുക്കളാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ആദർശ് ആൻഡ് അനുശ്രീ. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ഇലക്ഷൻ ചാനൽ കാണാം. 9 മണിക്ക് 9 മണി വാർത്തയിൽ വീണ്ടും ചേരാം. നമസ്കാരം.